ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ മവാഇദ് എന്ന ഗ്രന്ഥത്തിൽ ഒരു കഥ പറയുന്നുണ്ട്. ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ്. ആ ചെറുപ്പക്കാരൻ ഗല്ലികളിലൂടെയൊക്കെ വീടുകൾക്കുള്ളിലൂടെയൊക്കെ പലതും വിറ്റ് നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഒരു ദിവസം ഈ ചെറുപ്പക്കാരൻ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ തന്റെ വീട്ടിലേക്ക് സാധനം വാങ്ങാൻ വേണ്ടി അവനെ ക്ഷണിച്ചു. ഈ ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് കയറിയപ്പോൾ ഈ സ്ത്രീ വാതിലടച്ചു. ആ സ്ത്രീ തോന്നിയാസം ചെയ്യാൻ വേണ്ടി ഈ ചെറുപ്പക്കാരനെ പ്രേരിപ്പിച്ചു. പക്ഷെ അദ്ദേഹം വഴങ്ങിയില്ല. വഴങ്ങാത്തപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, നീ വഴങ്ങിയില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഒച്ചയുണ്ടാക്കും. ഒച്ചയുണ്ടാക്കി ഞാൻ പറയും നീ എന്നെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി കടന്നു വന്നതാണ് എന്ന്, അങ്ങനെ നീ ജയിലിൽ പോകേണ്ടി വരും എന്ന്. ഈ മനുഷ്യന് ഒട്ടും ബേജാറുണ്ടായില്ല. ആ മനുഷ്യൻ ചോദിച്ചു, ശരി, എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം, എവിടെയാണ് നിങ്ങളുടെ ടോയ്ലറ്റ് എന്ന്. ടോയ്ലറ്റിൽ കയറിയ ഈ ചെറുപ്പക്കാരൻ വിസർജ്യം ശരീരമാകെ തന്റെ വസ്ത്രത്തിലൊക്കെ തേച്ചു. എന്നിട്ട് പുറത്തേക്ക് വന്നപ്പോൾ ഈ സ്ത്രീ അലറി വിളിച്ച് ആ മനുഷ്യനെ, ആ ചെറുപ്പക്കാരനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. വീട്ടിൽ നിന്ന് പുറത്താക്കിയ ഈ ചെറുപ്പക്കാരൻ ആ തെരുവിലൂടെ ഓടുമ്പോൾ പിന്നിലൂടെ കുട്ടികൾ വന്ന് അട്ടഹസിക്കുന്നുണ്ട്, ഒരു ഭ്രാന്തനിതാ പോകുന്നു, ഭ്രാന്തനിതാ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ആ ചെറുപ്പക്കാരൻ വീട്ടിലെത്തി കുളിച്ചപ്പോൾ ആ ചെറുപ്പക്കാരന് തോന്നിയത് തന്റെ ശരീരത്തിലുള്ള അഴുക്കുകൾ മാത്രമല്ല വൃത്തിയായത്, താൻ വൃത്തിയായി എന്നായിരുന്നു. നോക്കൂ, ഇതൊരു സംഭവമാണ്. ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് വലിയ ഒരു കാര്യമാണ്. അതിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. നമ്മളൊക്കെ യഥാർത്ഥത്തിൽ ഇന്ന് ഇത്തരത്തിലുള്ള പല സ്ത്രീകളുടെയും അല്ലെങ്കിൽ സ്ത്രൈണവതകളുടെയും പലതരത്തിലുള്ള പ്രേരണകൾക്കും വശംവദമായി കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. സഹോദരങ്ങളെ, പ്രത്യേകിച്ചും ഒഴിഞ്ഞിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ കൈകളിലുള്ള എല്ലാ സാധനങ്ങളും എല്ലാ സാമഗ്രികളും, അത് ഫോണായാലും പേഡായാലും കമ്പ്യൂട്ടറായാലും സിസ്റ്റമായാലും എന്തായിരുന്നാലും ശരി, ഒക്കെ ഇത്തരത്തിൽ പലതരത്തിലുള്ള തോന്നിയാസങ്ങളും ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതാണ്. ഇവിടെയാണ് അള്ളാഹു നമ്മോടൊരു കാര്യം പറയുന്നത്, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. നമ്മളെപ്പോഴും കേൾക്കാറുള്ള സൂറത്തുൻ നാസിയാത്തിലെ വാചകമാണ്. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി, തന്റെ റബ്ബിന്റെ മഖാമിനെ കുറിച്ചുള്ള ഖൗഫ് ആർക്കുണ്ടായോ? നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. റബ്ബിനെ നമ്മൾ പറയാറുണ്ട്, റബ്ബന എന്ന് വിളിക്കാറുണ്ട്, റബ്ബിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. പക്ഷേ റബ്ബിന്റെ മഖാമിനെ കുറിച്ചുള്ള ഖൗഫ്, അല്ലാഹു ആരാണ്, അല്ലാഹു എന്താണ് എന്നറിഞ്ഞുകൊണ്ടുള്ള ഒരു ഖൗഫ്, ഒരു ഗാംഭീര്യം അതുണ്ടെങ്കിൽ വനഹൻ നഫ്സ അനിൽ ഹവാ, എല്ലാ ഇച്ഛകളിൽ നിന്നും നമ്മെ തടഞ്ഞു നിർത്താൻ നമുക്ക് സാധിക്കും. അങ്ങനെ തടഞ്ഞു നിർത്തിയാൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. നമ്മളറിയേണ്ടത് നമുക്ക് പോകാനുള്ള സ്വർഗം ചുറ്റുഭാഗവും, ഈ സ്വർഗത്തിന്റെ ചുറ്റുഭാഗവും ഇത്തരം ശഹവാത്തുകളാണ്, ഇത്തരം ദേഹേച്ഛകളാണ്, ഇത്തരം തോന്നിയാസങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ്. രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ അള്ളാഹു നമുക്ക് സ്വർഗം നൽകുകയുള്ളൂ എന്ന് നാം ഓർക്കണം. സഹോദരങ്ങളെ, ഇത് ഒരു ചെറിയ കാര്യമല്ല. ഏതെങ്കിലും ഒരു മഹല്ലിലാണ് എന്നതുകൊണ്ട്, ഒരു പ്രദേശത്താണ് എന്നതുകൊണ്ട് നാം രക്ഷപ്പെടുകയില്ല. രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടേണ്ടത് ആദം അലൈഹിസ്സലാമും ഹവ്വാ ബീവിയുമായിരുന്നു. അവര് ഏറ്റവും പരിശുദ്ധമായ സ്വർഗത്തിലാണ് ഉണ്ടായിരുന്നത്. രക്ഷപ്പെട്ടിട്ടില്ല എന്നർത്ഥം. ഇബാദത്തുകളുടെ ശക്തി കൊണ്ടാണ് രക്ഷപ്പെടുകയെങ്കിൽ ഇബ്ലീസ് രക്ഷപ്പെടേണ്ടതായിരുന്നു. അവനായിരുന്നു ഏറ്റവും ശക്തമായി കൂടുതൽ ഇബാദത്ത് ചെയ്തിരുന്നത്. രക്ഷപ്പെട്ടിട്ടില്ല. വിജ്ഞാനത്തിന്റെ കഴിവുകൊണ്ടാണെങ്കിൽ മറ്റു പലരും രക്ഷപ്പെടേണ്ടതായിരുന്നു. രക്ഷപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഇതുകൊണ്ടൊന്നും രക്ഷപ്പെടൂല.
ഇതൊന്നും രക്ഷപ്പെടാനുള്ള മാർഗമല്ല. രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഖൗഫ് നമ്മുടെ ഉള്ളിൽ നിറയ്ക്കേണ്ടതുണ്ട്. അപ്പോഴേ രക്ഷപ്പെടൂ. ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ല സാധാരണ പറയാറുള്ള ഒരു വാചകമുണ്ട്, വല്ലാഹി ഇന്നക ഇൻ തുഖാലിത് അഖ്വാമൻ യുഖവ്വിഫൂനക ഫിദ്ദുനിയാ ഹത്താ യുദ്രികകൽ അം ഫിൽ ആഖിറ ഖൈറുൻ മിൻ അൻ തസ്ഹബ അഖ്വാമൻ യുഅമ്മിനൂനക ഫിദ്ദുനിയാ ഹത്താ യുദ്രികൽ ഖൗഫ ഫിൽ ആഖിറ. വല്ലാത്തൊരു വാചകമാണത്. അല്ലാഹുവാണ് സത്യം. നീ സഹവസിക്കുന്ന ഒരു സമൂഹം യുഖവ്വിഫൂനക ഫിദ്ദുനിയാ ഹത്താ യുദ്രികകൽ അംന ഫിൽ ആഖിറ. ദുനിയാവിൽ വെച്ച് നീ ജീവിച്ചിരിക്കുമ്പോൾ, നീ സഹവസിക്കുമ്പോൾ നിന്നെ ദുനിയാവിനെക്കുറിച്ച് പറഞ്ഞ് പേടിപ്പിച്ച് ആഖിറത്തിൽ നിർഭയത്വം ഉണ്ടാകുന്നതുവരെ നിന്നെ എത്തിക്കുന്ന ഒരു സമൂഹത്തോടാണെങ്കിൽ അതാണ് നിനക്കുത്തമം. ഏതിനേക്കാൾ? ദുനിയാവിൽ നഷ്ടം വരും, കഷ്ടം വരും, പട്ടിണി വരും, പ്രയാസപ്പെടുമെന്ന് പറഞ്ഞ് ദുനിയാവിലെ പ്രതിസന്ധികളെ പറഞ്ഞ് പേടിപ്പിച്ച് ആഖിറത്ത് നഷ്ടപ്പെടുത്തുന്നവരിൽ എത്തുന്നവരെക്കാൾ അത്തരത്തിലുള്ള ഒരു സമൂഹത്തിൽ എത്തിച്ചേരലാണ് നിനക്കുത്തമം. നമ്മളെപ്പോഴും ഓർക്കേണ്ടതാണ്. ഇത് നമ്മുടെ ചുറ്റുഭാഗവുമുള്ളത് ഒരുപാട് മോട്ടിവേഷൻ സ്പീക്കേഴ്സും മോട്ടിവേഷൻ ക്ലാസ്സുകളുമൊക്കെയാണ്. ഇവരൊക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്നത് തോന്നിയാസങ്ങൾ ചെയ്യാനാണ്. നിങ്ങൾ ആലോചിച്ചു, ഒരു സാധാരണ കച്ചവടക്കാരുടെ ഇടയിൽ പോലും ഇത്തരം മോട്ടിവേഷൻ സ്പീക്കറുകളും ഇതുപോലെയുള്ള സംസാരങ്ങളുമൊക്കെ നടക്കുന്നുണ്ട്. ചെറിയ കച്ചവടക്കാരുടെ ഇടയിൽ പോലും അവർ പ്രേരിപ്പിക്കുന്നത് ഏതെങ്കിലും തൊട്ടടുത്ത ബാങ്കിലുള്ള ഓവർ ഡ്രാഫ്റ്റിനെ കുറിച്ചോ വലിയ ലോണുകളെക്കുറിച്ചോ ആ ലോൺ എടുത്താൽ നിങ്ങൾക്ക് കിട്ടാവുന്ന സൗകര്യങ്ങളെക്കുറിച്ചോ ഒക്കെയാണ്. ദുനിയാവ് ഒരുപക്ഷേ പേടിയില്ലാതെ ജീവിക്കാൻ ഒരുപക്ഷെ അതുകൊണ്ട് സാധിക്കും. പക്ഷേ ആഖിറത്തിലെ അമ്ന് നഷ്ടപ്പെടുമെന്ന ബോധം നമ്മുടെ ഉള്ളിലുണ്ടാകണം സഹോദരങ്ങളെ. ഇവിടെയാണ് ചില കാരണങ്ങളെ എണ്ണിപ്പറയാൻ എനിക്കുള്ളത്. നമ്മൾ സഹോദരങ്ങളെ യഥാർത്ഥത്തിലുള്ള ഖൗഫ് ഉണ്ടാകേണ്ടത് നമുക്ക് ദുനിയാവിലെ ജീവിതത്തിനെ കുറിച്ചല്ല. നമ്മളത് ഓർക്കണം. ദുനിയാവിലെ ജീവിതം അല്ലാഹു ഏറ്റെടുത്തതാണ്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. നമുക്ക് അല്ലാഹു പറയുന്നത് സത്യമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വാചകമാണ്. ഇവിടെ ഒരു ഇഴജന്തുവിനെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസ്ഖ് അല്ലാഹു പറയണേ, അല്ലാഹുവിന്റെ ബാധ്യതയാണ് എന്ന് പറഞ്ഞ ആ അല്ലാഹുവിനെ കുറിച്ചുള്ള കോൺഫിഡൻസ് നമുക്ക് നഷ്ടപ്പെടുകയും ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ സ്പീക്കേഴ്സിന്റെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യം നൽകുകയും ആ വാക്കുകളിൽ കോൺഫിഡന്റ് ആകുകയും ചെയ്യുന്ന, ആത്മവിശ്വാസം ഉള്ളവരാവുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥ വരാൻ പാടില്ലാത്തതാണ്. മോചനം വേണം ഇതിൽ നിന്ന്. നമ്മൾ ആളുകളുടെ കൂടെ നടക്കേണ്ടവരല്ല, ആളുകളുടെ കൂടെ ഓടേണ്ടവരല്ല. അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചത് അതിനല്ല. നമ്മളാകേണ്ടത് ഇമ്മകളല്ല. നമ്മളോട് പറഞ്ഞില്ലേ, ലാ തകുൻ ഇമ്മഅൻ, നിങ്ങൾ അങ്ങനെയല്ല ആകേണ്ടത്. കുനു മഅല്ലാഹി വറസൂലി, അവിടേക്ക് പോകാൻ സാധിക്കണം. അള്ളാഹുവിന്റെ കൂടെയാണ് ഞാൻ, റസൂലിന്റെ കൂടെയാണ് ഞാൻ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ഇതിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ സഹോദരങ്ങളെ, ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഈ ഖൗഫ് ഉണ്ടാക്കി ആഖിറത്തിൽ നിർഭയത്വത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കും. അതിലേക്ക് എത്താൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനൊന്നാമതായി ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഗാംഭീര്യം, ഗൗരവം, മഹത്വം, അത് നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. അള്ളാഹുവിനെ നാം അറിയണം. നിങ്ങൾ എന്നോട് ചോദിക്കും, ഇത് പറയുമ്പോൾ എന്തെനിക്ക് അള്ളാഹിനെ മനസ്സിലായിട്ടില്ല എന്നാണോ പറയുന്നത്? അതെ, എന്താ സംശയം? അള്ളാഹുവിനെ മനസ്സിലായിട്ടില്ല. അള്ളാഹുവിനെ എത്ര മനസ്സിലാകുന്നുവോ അത്ര ഖൗഫ് നമുക്ക് വരും. അതന്നെ വിഷയം, അടിസ്ഥാനപരമായ വിഷയം അതാണ്. നമുക്കൊക്കെ അറിയില്ലേ, ഒരു കാര്യത്തെ നമ്മൾ എത്ര മനസ്സിലാക്കുന്നുവോ അതിനനുസരിച്ചല്ലേ ആ കാര്യത്തെക്കുറിച്ചുള്ള ഗൗരവം നമുക്ക് ഉണ്ടാകാറുള്ളത്, അല്ലെ? ഒരു രോഗം, പടർന്നു പിടിക്കുന്ന ഒരു രോഗം, ആ രോഗം നമുക്കെല്ലാവർക്കും പേടിയാ. കിഡ്നി ഡിസീസ് വരുമെന്ന് എല്ലാവർക്കും പേടിയാ. കാരണം എല്ലാ ഗ്രാമങ്ങളിലും ഈ സാധനം ഇങ്ങനെ പൊന്തുക. ഏത് ഡയാലിസിസ് കേന്ദ്രങ്ങൾ പൊന്തുക. അത് കാണുമ്പോൾ എനിക്ക് പേടിയാ. കാരണം എനിക്ക് കിഡ്നി രോഗം വരുമെന്ന് പേടിയാ. എന്നിട്ടോ ഭയങ്കര ശ്രദ്ധയിലാണ്. അവിടെ ഒരു ഖൗഫുണ്ടായി. അതുകൊണ്ടാ ശ്രദ്ധിച്ചത്. ഞാൻ അത് കഴിക്കൂല, അത് കുടിക്കൂല, ഇവിടെ പോകൂല, അത് ചെയ്യൂല. നോക്കൂ, എന്തുകൊണ്ടാ? ആ രോഗത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞപ്പോ എനിക്ക് എന്ത് വന്നു? ഖൗഫ് വന്നു. ഖൗഫ് വന്നപ്പോ ഞാൻ എന്ത് ചെയ്തു? ആ രോഗം വരുന്ന എല്ലാറ്റിൽ നിന്നും ഞാൻ അകന്നു. എവിടെയാണ് സഹോദരങ്ങളെ നമ്മുടെ റബ്ബ്?
നമ്മൾ ആലോചിക്കണ്ടേ? നമ്മുടെ റബ്ബ്, നമ്മൾ അള്ളാഹുവിന്റെ അസ്മാകൾ എണ്ണാറുണ്ട്. എന്തിനാ? കെട്ടിത്തൂക്കാൻ അല്ലേ? അള്ളാഹുവിന്റെ സിഫാത്തുകൾ നമുക്കറിയാം. എന്തിനാ? എവിടെയെങ്കിലുമൊക്കെ ഓതാനും പാടാനും ചൊല്ലാനുമൊക്കെ പോര സഹോദര. അള്ളാഹുവിന്റെ അസ്മാകളും സിഫാത്തുകളും അള്ളാഹുവിനെ അടുത്തറിയാനുള്ളതാണ്. എനിക്കെന്റെ വാപ്പ എന്തിനാ പേരിട്ട്? എന്നെ അറിയാനല്ലേ? അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ പേരിന്റെ ഓർമ്മ എന്റെ ഉമ്മ എന്നെ പ്രത്യേക ഒരു പേര് വിളിച്ചിരുന്നു. എന്തിനാ? എന്റെ സിഫത്താണത്. ഉമ്മാന്റെ ഉള്ളിൽ എന്നെക്കുറിച്ചുള്ള തിരിച്ചറിവായിരുന്നു. നമുക്കൊക്കെ അല്ലേ അങ്ങനെ പല പേരുകളും അല്ലേ? അള്ളാഹുവിന്റെ പേരുകൾ അതിനാ. അപ്പൊ നമ്മൾ സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഗൗരവം നമുക്കുണ്ടാകണമെങ്കിൽ ഇമാം ഇബ്നു ഖുദാമ റഹിമഹുല്ലാ പറയുന്നുണ്ട്, ഖുവ്വത്തുൽ മുറാഖബ ബിഹസ്ബി ഖുവ്വത്തിൽ ഖൗഫ്. അള്ളാഹുവിനെ മുറാഖബത്ത് നടത്തുക, അള്ളാഹുവിന്റെ വാക്കുകളെ, കൽപ്പനകളെ, അള്ളാഹു വിലക്കിയതിനെയൊക്കെ ശ്രദ്ധിച്ച് ജീവിക്കുക എന്നത് ഖൗഫിന്റെ ശക്തി അനുസരിച്ചാണ് ഉണ്ടാവുക. വഖുവ്വത്തുൽ ഖൗഫ് ബിഹസ്ബി ഖുവ്വത്തിൽ മഅരിഫ. ഖൗഫിന്റെ ശക്തിയോ മഅരിഫത്തിന്റെ ശക്തി അനുസരിച്ചുണ്ടാകുക. മഅരിഫത്ത് എന്ന് പറഞ്ഞാൽ മഅരിഫത്തുല്ലാഹ്, അള്ളാഹുവിനെ അറിയുന്നതനുസരിച്ച. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കുറച്ചും കൂടി ഉള്ളിലേക്ക് പോകേണ്ടതുണ്ട് സഹോദരന്മാരെ. സഹീഹ് ബുഖാരി, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസം ഒരു കൂട്ടം യഹൂദ പുരോഹിതന്മാർ കടന്നു വന്നു. അവര് ചോദിച്ചു, യാ മുഹമ്മദ്, ഇന്നാ നജിദു ഇൻദനാ അന്നല്ലാഹു അസ്സ വജല്ല യജ്അലു അസ്സമാവാതി അലാ ഇസ്ബഅ. മുഹമ്മദേ, ഞങ്ങളുടെ ഏടുകളിൽ ഞങ്ങൾ കാണുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളെ ഒരു വിരലിൽ ഒതുക്കും. വൽ അർദീന അലാ ഇസ്ബഅ, ഭൂമികളെ മുഴുവൻ ഒരു വിരലിൽ ഒതുക്കും. വശജറു അലാ ഇസ്ബഅ, വൃക്ഷങ്ങളെയൊക്കെ ഒരു വിരലിൽ പിടിക്കും. വൽ മാഉ വസ്സറ അലാ ഇസ്ബഅ, ഭൂമിയിലുള്ള മുഴുവൻ വെള്ളവും മണ്ണും ഒരു വിരലിൽ പിടിക്കും. വസായിറുൽ ഖൽഖി അലാ ഇസ്ബഅ, മറ്റുള്ള എല്ലാ സൃഷ്ടികളെയും ഒരു വിരലിൽ ഒതുക്കും. എന്നിട്ട് ഇതൊക്കെ പിടിച്ചിട്ട് അള്ളാഹു ഇങ്ങനെ കുലുക്കും, ഒരു കുലുക്കം. എന്നിട്ട് പറയും, ഞാനാണ് മലിക്, ഒറിജിനൽ രാജാവ് ഞാനാണെന്ന് അള്ളാഹു പറയും. ഇത് ശരിയാണോ എന്നാണ് ജൂത പുരോഹിതന്മാർ ചോദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് പുഞ്ചിരിച്ചു. പുഞ്ചിരിച്ചതിന്റെ അർത്ഥം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആ പറഞ്ഞത് സത്യമാണ് എന്ന് നബി പറയുകയായിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വചനമോദി. ആ വചനമാണ് ഞാൻ നിങ്ങളെ ആമുഖമായി കേൾപ്പിച്ചത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി. നമ്മൾ ഓർക്കണം, ഭയങ്കര ഗൗരവമുള്ളൊരു വചനമാണ്. സൂറത്ത് സുമർ അതിൽ 67-ാമത്തെ വചനമാണ്. എല്ലാവരും എടുത്തു നോക്കണം മുസാഹിഫ്. വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി, അള്ളാഹുവിനെ കണക്കാക്കേണ്ട വിധം അവർ കണക്കാക്കിയില്ല. അവർ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളോ? വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി, ആരാണ് അല്ലാഹു? വൽ അർദു ജമീഅൻ ഖബ്ദതുഹു യൗമൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഭൂമി മുഴുവൻ അവന്റെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങും. ആരാ അല്ലാഹു? പോരാ, വസ്സമാവാതു മത്വിയാതും ബിയമീനി, ആകാശങ്ങൾ അവന്റെ വലത് കൈയിൽ ചുരുട്ടിപ്പിടിക്കും. സുബ്ഹാനഹു സുബ്ഹാനഹു. പറഞ്ഞോ നമ്മളിത് കേട്ടപ്പോ എന്താ ആലോചിച്ച്? അങ്ങനുണ്ടോ? അങ്ങനെ ഒരു കയ്യോ? അതല്ല ചിന്തിച്ച്. എന്നിട്ട് അതിനെ കളിയാക്കുകയല്ലേ ചെയ്തത്, അല്ലെങ്കിൽ കളിയാക്കുന്നവരുടെ കൂടെ കൂടുകയല്ലേ ചെയ്തത്. സുബ്ഹാനഹു, മനസ്സിലായില്ല റബ്ബിനെ, അതാ പ്രശ്നം. സുബ്ഹാനഹു, അവനെത്ര പരിശുദ്ധനാണ്. വതആല അമ്മാ യുശ്രികൂൻ. നമ്മളൊക്കെ ശിർക്ക് ചെയ്യുന്ന സഹോദരന്മാരെ. ശിർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ച് ജാറത്ത് പോയി പ്രാർത്ഥിക്കൽ മാത്രമല്ല ശിർക്ക്. മമ്പർത്തെ തങ്ങളെ എന്ന് വിളിക്കൽ മാത്രമല്ല ശിർക്ക്. ബദരീങ്ങളെ എന്ന് വിളിക്കൽ മാത്രമല്ല ശിർക്ക്. എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ ശിർക്കുണ്ട്. ആ ശിർക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മോചനം വേണം, ഇല്ലെങ്കിൽ ഖൗഫ് കിട്ടൂല. നമ്മൾ ഈ രൂപത്തിൽ അങ്ങനെ പോകും. അവസാനം ആ ഒരു ദിവസം നമ്മൾ വല്ലാതെ പേടിച്ചരണ്ടുപോകും. ഒരു സംശയം വേണ്ട, ഇത് നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്കറിയോ, ഇനിയാ കേൾക്കേണ്ടത്. ഞാനിപ്പോ ഈ ആയത്ത് ഓതിയല്ലോ, ഒന്നും സംഭവിച്ചിട്ടില്ല അല്ലേ? നിങ്ങൾക്ക് എന്തേ സംഭവിച്ചോ? എന്തേ തോന്നിയോ? ആർക്കൊന്നും തോന്നിയില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതിയപ്പോ ഫറജഫ ബിഹിൽ മിമ്പർ, നബിയുടെ മിമ്പർ ഇങ്ങനെ വറച്ചു. സഹാബികൾ പറയാ,
മിമ്പർ വെച്ചിട്ട് വരച്ചിട്ട് എത്ര എന്ന് ചോദിച്ചാൽ സഹാബികൾ പറയാണ് എത്രയാണ് അതിന്റെ ഗൗരവമെന്ന്. അവര് വിചാരിച്ചു ലയഖിറന്ന ബിഹി, ഇപ്പൊ ഈ മിമ്പർ നബിയെയും കൊണ്ട് താഴെ വീഴുമോ എന്ന് പേടിക്കാവുന്ന രീതിയിൽ ഇങ്ങനെ വരച്ചു. എന്താ നമുക്കെന്ത് തോന്നിയോ? എന്താ അള്ളാഹിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി? അള്ളാഹെന്ന് വിളിക്കണവരിതോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഈ ദൈവം ഈശ്വരൻ അത് ഇതെന്നൊക്കെ പറഞ്ഞ് പരിഭാഷപ്പെടുത്തി നശിപ്പിച്ചതാ അള്ളാനെ. അള്ളാന്ന് കേട്ടാൽ നമുക്കുണ്ടാകേണ്ടത് എന്താ? വജിലത്ത് ഖുലൂബുഹും. നബിയുടെ മിമ്പർ വരച്ചു, നമ്മളെ ഹൃദയം വരച്ചിട്ടില്ല ഇതുവരെ. എവിടെയൊക്കെ നമ്മൾ പോണത്? എന്തെങ്കിലും ഒരു വികാര സാധനമാരെ അള്ളാന്ന് കേട്ടാ നമുക്ക് കിട്ടുന്നുണ്ടോ? എന്തെങ്കിലും ഒരു വികാരം? അല്ലാഹു അക്ബർ എന്ന് മുഅദ്ദിൻ വിളിച്ചു പറയുമ്പോ കേൾക്കലുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കലുണ്ടോ? പത്രം വായിക്കണോ? പത്രം വായിക്കുന്നല്ലേ? ന്യൂസ് കേൾക്കുന്നവൻ ന്യൂസ് കേൾക്കുന്നല്ലേ? വിനോദങ്ങളിൽ മുഴുകിയ കളിക്കാരൊക്കെ കളിക്കുന്നല്ലേ? എന്നിട്ട് ഫത്വ ചോദിക്കാം. ആ സമയത്തെ ടെറഫിൽ ഒഴിവുള്ളൂ, വല്ല നിവൃത്തിയുണ്ടോ? സഹോദരന്മാരെ, അറിയണം അള്ളാഹുവിന്റെ ഗൗരവം. അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അന അഅലമുകും ബില്ലാഹ് വഅശദ്ദുകും ലഹു ഖശിയ. ഞാനാണ് നിങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നവൻ. അതുകൊണ്ട് എനിക്കാണ് ഏറ്റവും കൂടുതൽ ഖശിയത്തുള്ളത്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഗൗരവമുള്ളത്. നമ്മളത് ചിന്തിക്കണ്ടേ? ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിനെ കുറിച്ചുള്ള ഖുശൂഅ്, ഖശിയത്ത്, ഖൗഫ് ഇതൊക്കെ ആർക്കുണ്ടായ? അൽ ഉലമാ. അൽ ഉലമാ എന്ന് പറഞ്ഞ എന്താ? തൊപ്പി വെച്ച, എന്റെ മാതിരി താടി വെച്ച, കുപ്പായമിട്ട ആൾക്കാരുന്ന അല്ല. അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞവർ, പഠിച്ചവർ, മനസ്സിലാക്കിയവർ. അങ്ങോട്ട് പോകണം, അപ്പോഴേ ശരിയാകും. അതുകൊണ്ട് സഹോദരന്മാരെ, ഏത് അവസരം കിട്ടിയാലും ഉപയോഗിക്കുക അള്ളാഹുവിനെ കുറിച്ച് അറിയാനുള്ള. അള്ളാഹുവിനെ കുറിച്ച് എന്താ? അള്ളാഹുവിനെ അറിയുക. അള്ളാഹുവിനെ അറിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അറിഞ്ഞിട്ടില്ലെങ്കിലോ എന്ത് ചെയ്തിട്ടും കാര്യമല്ല, എന്ത് പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടും കാര്യമല്ല. ഇതിലേ മാറ്റം ഉണ്ടാകും. അപ്പോഴേ ഹൗഫ് വരൂ. ആ ഹൗഫ് കൊണ്ടേ നമ്മൾ രക്ഷപ്പെടും. അള്ളാഹു കൊടുത്ത് നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം സഹോദരന്മാരെ, ഖുർആനിനെ നമ്മളെല്ലാവരും തദബ്ബുർ ചെയ്യണം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഞങ്ങളോട് പറഞ്ഞത് ഖുർആനെ കേൾക്കണം എന്നായിരുന്നു. ഒരു സ്റ്റെപ്പ് കൂടി മുമ്പോട്ട് പോകണം. ഖുർആനെ തദബ്ബുർ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ തന്നത് എന്തിനാ? നമ്മൾ മനസ്സിലാക്കിയത് വെള്ളിയാഴ്ച അൽക്കഹ്ഫ് ഓതൽ റസൂൽ സുന്നത്താക്കി. എന്നിട്ടോ രാവിലെ തന്നെ വളരെ സ്പീഡിൽ അൽക്കഹ്ഫ് തീർക്കലാ. ഇതിനാ? അൽക്കഹ്ഫിൽ ഒരുപാട് കഥയുണ്ട്, പാഠമുണ്ട്. ഏതെങ്കിലും ഒന്ന് നമ്മുടെ ഹൃദയത്തെ സ്വാധീനിച്ചോ? ഏതെങ്കിലും ഒന്ന് നമ്മൾ ശ്രദ്ധിച്ച് ഓതുമ്പോ അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. എത്ര രസാണ് ആ ഭാഗം. അൽമാലു വൽ ബനൂന സീനത്തുൽ. അനുഭവിച്ചതാ നമ്മളൊക്കെ. സ്വത്തും സമ്പാദ്യവും മക്കളുമൊക്കെ ഇഹലോക ജീവിതത്തിന്റെ സൗന്ദര്യമാണ്. ഇതൊക്കെ അല്ലാത്തവർക്കറിയാം എന്താ പ്രശ്നം എന്നുള്ളത്. എന്നിട്ടോ വൽബാഖിയാത്തുസ് സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ ഖൈറുൻ അമല. നമ്മൾ വായിച്ചില്ലേ? പക്ഷേ ബാക്കിയാകുന്ന ഒരുപാട് സാലിഹാത്തുകളുണ്ട്, സൽക്കർമ്മങ്ങൾ. എന്തെങ്കിലും ഒന്ന് ചെയ്യേ. അതിനാണ് വെള്ളിയാഴ്ച നേരം വെളുക്കുമ്പോ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച മഗ്രിബായത് മുതൽ വെള്ളിയാഴ്ച നേരം വെളുക്കുമ്പോ ഓതാൻ നമ്മളോട് കൽപ്പിച്ചത്. എന്തിനാ? ഈ ഒരു ചിന്തയിലേക്ക് നമ്മളെത്താൻ നമ്മൾ തദബ്ബുർ ചെയ്യണം. തദബ്ബുർ ചെയ്യാൻ ഖുർആനിന്റെ ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല, എനിക്ക് ഒന്നും വേണ്ട, ഒരു സംഗതിയും വേണ്ട. നിങ്ങളൊന്ന് ഉള്ളിൽ ഇത് എത്തണമെന്ന് ആഗ്രഹിച്ച് വായിക്കേ, അത്രേ ഉള്ളൂ. ഇത് അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹുവിന്റെ കലാം നിങ്ങൾക്ക് അറിയുകയില്ല എന്ന് പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാകില്ല എന്ന് പറയുന്നത് തീർത്തും അപമാനമാണ്. അള്ളാഹു മനസ്സിലാക്കാത്ത കാര്യം, മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം പറയുമോ? മനസ്സിലാക്കണ്ടേ? അതേ അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ. ഭയങ്കര എളുപ്പാ. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ. എന്താ ചോദ്യം?
ആരോടാ ചോദ്യം? അറബി ഭാഷ പഠിച്ചവരോട് മാത്രമാണോ? അറബി സാഹിത്യത്തിൽ ഡിഗ്രി എടുത്തവനോട് മാത്രമാണോ? അറബി ഭാഷ സംസാരിക്കുന്നവരോട് മാത്രമാണോ? അറബ് നാട്ടിൽ ജീവിക്കുന്നവരോട് മാത്രമാണോ? എല്ലാവരോടും പറയുന്നു, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ, നിങ്ങൾ ദിക്റിന് സന്നദ്ധമാണോ? ഖുർആൻ നിങ്ങൾക്ക് എളുപ്പമാണ്. ഫഹൽ മിൻ മുദ്ദക്കിർ, ഒരായത്ത് ഓതിയിട്ട് ഇരുന്നൊന്ന് ആലോചിക്കുക എന്താ അതിന്റെ ഉള്ളിലുള്ളത്. അപ്പൊ ഇങ്ങോട്ട് വരും. എവിടുന്നാ വരിക? അള്ളാഹു തരും. നിങ്ങൾക്ക് എവിടുന്ന സ്വത്ത് കിട്ടിയേ? ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തുനിന്ന് വന്നപ്പോ നിങ്ങൾക്ക് പണം ഉണ്ടായിരുന്നോ? ഈ കുപ്പായം ഉണ്ടായിരുന്നോ? ഈ ജോലി ഉണ്ടായിരുന്നോ? എവിടുന്ന് കിട്ടിയത്? നമ്മളൊരു ബോധ്യത്തിലേക്ക് വരണ്ടേ സഹോദരന്മാരെ? നമ്മളൊരു ബോധ്യത്തിലേക്ക് വരണം. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, നബിയിൽ നിന്ന് നിങ്ങൾ കണ്ട ഏറ്റവും കൗതുകമുള്ള ഒരു കാര്യം പറഞ്ഞു തരുമോ? ഒരു മിനിറ്റ് ആയിഷ ബീബി മിണ്ടാണ്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഒരു ദിവസം ഞാനും നബിയും ഇങ്ങനെ ഉറങ്ങണ സമയത്ത് നബി എന്നോട് പറഞ്ഞു, യാ ആയിഷ ദരീനി അതഅബ്ബദു ലൈലത ലിറബ്ബി. ആയിഷ, ഇന്നൊന്ന് സമ്മതിക്കൊന്നേ, എനിക്ക് കുറച്ച് ഇബാദത്ത് ചെയ്യണം. നിങ്ങൾ ആലോചിക്കണത്, ഭർത്താവ് പറയാണ് ഭാര്യയോട്. എന്നിട്ട് ആയിഷ ബീബി പറയുന്നു, ഞാൻ സമ്മതിച്ചു. അദ്ദേഹം എഴുന്നേറ്റു, വുളു ചെയ്തു, നമസ്കരിച്ചു. ഞാൻ ശ്രദ്ധിക്കുമ്പോ അദ്ദേഹം നമസ്കാരത്തിൽ കരഞ്ഞുകൊണ്ടേയിരിക്കുക. അങ്ങനെ ബിലാൽ വന്നു. ബിലാൽ വന്നിട്ട് നബിയെ നിസ്കരിക്കാൻ വേണ്ടി വിളിക്കാൻ വരും. എല്ലാ ഫജറിന്റെയും സ്വഭാവം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബിലാൽ കണ്ടപ്പോ നബി കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ബിലാൽ ചോദിച്ചു നബിയോട്, നബിയെ തബ്കി വഖദ് ഗഫറല്ലാഹു ലക്, നബിയെ നിങ്ങൾക്കറിയാണോ, നിങ്ങൾക്ക് അല്ലാഹു നിങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്തു തന്നിട്ടില്ലേ? എല്ലാ പാപങ്ങളും കഴിഞ്ഞതും ഒക്കെ പുറത്തു തന്നിട്ടില്ലേ എന്ന്. അപ്പോ നബി തിരുമേനി തിരിച്ച് ബിലാലിനോട് പറഞ്ഞു, അഫല അകൂനു അബ്ദൻ ഷക്കൂറ, ബിലാലെ എനിക്കൊരു നന്ദിയുള്ള അടിമയാകണ്ടേ? കഴിയണില്ല, അതുകൊണ്ടാണ് കരച്ചിൽ വന്നത്. നന്ദി ചെയ്യാൻ കഴിയണില്ല. നമുക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിക്കൂ, നമുക്ക് ഭൗതികമായ ഒരു ചെറിയ സൗകര്യം തന്ന ആളോട് നന്ദി പറഞ്ഞിട്ട് നമുക്ക് മതിയാകണില്ല, അല്ലേ? മതിയാകണില്ല. അയാളോട് ചിരിച്ചിട്ടും അയാളോട് കളിച്ചിട്ടും അയാളോട് താങ്ക്സ് പറഞ്ഞിട്ടും മതിയാകണില്ല. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിനോടോ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന് രാത്രി ജിബ്രീൽ വന്നു, എന്നിട്ട് കുറച്ച് ആയത്തുകൾ എന്നെ കേൾപ്പിച്ചു. സൂറത്ത് ആൽ ഇംറാനിലെ 190 മുതലുള്ള വചനങ്ങളാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ എന്ന് പറയുന്ന വചനങ്ങൾ, ആകാശഭൂമികളെക്കുറിച്ചുള്ള ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പറയണം. അതിന്റെ സൃഷ്ടിപ്പ്, അതിന്റെ ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് നബി പറഞ്ഞു, ആ ആയത്തുകൾ വൈലുൻ ലിമൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ, വൈലുൻ ലിമൻ ഖറഅഹാ, ആ ആയത്തുകളെ വായിച്ചവന് നാശം, വായിക്കാത്തവനല്ല. പക്ഷേ എന്താ പ്രശ്നം? വായിച്ചാ പോരാ. നമ്മളത് വായിക്കലുണ്ട് എല്ലാ ദിവസവും. നബിയുടെ സുന്നത്താണ്, എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് പുറത്തേക്ക് വരുമ്പോൾ ആകാശത്തേക്ക് നോക്കി നിന്നിട്ട് നബി ഈ ആയത്തുകൾ പാരായണം ചെയ്യുമായിരുന്നു. നമ്മൾ ചെയ്യണം, സുന്നത്താ. എന്തിനാ? ആകാശവും നമ്മളും തമ്മിലൊരു ബന്ധമുണ്ട്. ആകാശത്താണ് നമ്മുടെ റബ്ബുള്ളത്. ആ ആകാശത്തേക്ക് നോക്കി നമ്മൾ അള്ളാഹിനോട് പറയണം, നമുക്ക് അനുഭവപ്പെടണം, എന്റെ റബ്ബ് ആ ആകാശത്തുണ്ട്. നമ്മൾ പറയണം, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ. നോക്കി നിങ്ങൾ രാവിലെ പ്രഭാതത്തിൽ ഒരൊച്ചയും ഒരു ബഹളവും ഒന്നുമില്ല, എത്ര മനോഹരമായിരിക്കും അത്. അപ്പൊ കിട്ടുന്ന ഒരു എനർജിയുണ്ട്, ഒരു ശക്തിയുണ്ട്, അത് ഭയങ്കര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അങ്ങനെ ഇത് പാരായണം ചെയ്തവൻ നാശം. എന്താ കാരണം? അവൻ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. കുറച്ചേരം ചിന്തിക്ക്. ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. നമ്മളാകെ ഇരുന്ന് ചിന്തിക്കണത് എന്താ? ഞാനിപ്പോ മരിച്ചാൽ എൻ്റെ ആ കുട്ടിന്റെ അവസ്ഥ എന്തായിരിക്കും? ഏത് കുട്ടിന്റെ? ഒരു കുട്ടിന്റെ ചെറിയൊരു വൈകല്യമൊക്കെയുള്ള ഒരു കുട്ടീനെ അള്ളാഹ് തന്നിക്കണം. ഞാൻ മരിച്ചാൽ എന്തായിരിക്കും എൻ്റെ കഥ? ആ കുട്ടിന്റെ കഥ എന്തായിരിക്കുന്നു? കേട്ടോ, അത് അള്ളാഹ് ഏറ്റെടുക്കുന്നേ. ചിന്തിക്കാൻ പറഞ്ഞ വിഷയത്തിൽ ചിന്തിക്ക്, ആലോചിക്കാൻ പറഞ്ഞ വിഷയത്തിൽ ആലോചിക്ക്. എന്നിട്ട് ആലോചിക്കാൻ പറയാത്ത വിഷയങ്ങൾ ആലോചിച്ചിട്ട് തലമുണ്ടാക്കി ജീവിതം അങ്ങോട്ട് നശിപ്പിക്കുക. സഹോദരങ്ങളെ, ഞാനത് വളരെ സ്നേഹത്തോടു കൂടി കേട്ടോ പറയുന്നത്. ചിലപ്പോൾ എൻ്റെ ശബ്ദം പൊന്തുന്നതോ അല്ലെങ്കിൽ അതൊന്നും നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടല്ല. നമ്മളറിയണം, നമ്മളൊന്ന് മടങ്ങണം. നമുക്ക് അള്ളാഹനെ അറിഞ്ഞേ തീരൂ, അറിഞ്ഞെങ്കിലേ നമ്മൾ രക്ഷപ്പെടൂ. അള്ളാഹുവിനെ അറിയുന്ന ഭാഗ്യവാന്മാരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, മൂന്നാമതായി അല്ലാഹുവിൻ്റെ ഖൗഫ് നമ്മുടെ ഉള്ളിലുണ്ടാകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അന്ത്യത്തെക്കുറിച്ച്, പ്രത്യേകിച്ചും അന്ത്യം മോശമാകുന്നതിനെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാകണം. രണ്ട് സംഗതിയുണ്ട്. ഒന്ന് ഹുസ്നുൽ ഖാത്തിമ, രണ്ട് സൂഉൽ ഖാത്തിമ. ഹുസ്ന് ഇതൊക്കെ എന്തിനാ വെച്ചാൽ അറബി തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെ തന്നെ അള്ളാഹിനോട് ചോദിക്കണം, അതിനു വേണ്ടി, അല്ലാതെ അറബി പഠിപ്പിക്കാനല്ല. ഹുസ്ന് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ല, ഹസൻ എന്നൊക്കെ എല്ലാവർക്കും അറിയില്ല, നല്ലത്. ഹുസ്നുൽ ഖാത്തിമ, എന്റെ അന്ത്യം നന്നാവണം. സൂ എന്നുള്ളതിന് നേരെ ഓപ്പോസിറ്റാ, ചീത്തയാവുക. നമ്മൾ അള്ളാഹിനോട് ചോദിക്കണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുസ്നൽ ഖാത്തിമ, അല്ലെങ്കിൽ അല്ലാഹുമ്മ അർസുഖ്നി ഹുസ്നൽ ഖാത്തിമ ചോദിക്കണം. സഹോദരങ്ങളെ, ഹുസ്നുൽ ഖാത്തിമയെ കുറിച്ചുള്ള ചിന്ത നമുക്കുണ്ടെങ്കിൽ ഖൗഫുണ്ടാവും. അത് ഭയങ്കരമായിട്ടുണ്ടാവും. ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ മക്കളോട് നൽകുന്ന ഒരു വസിയ്യത്തുണ്ട് ജീവിതത്തിന്റെ അന്ത്യഘട്ടത്തിൽ. വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയാഖൂബ് യാ ബനിയ്യ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ. ബാക്കി എന്താ? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വലാ തമൂതുന്ന അർത്ഥമൊന്നും പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാലോ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നമ്മളെന്താ പറയല്? നാട്ടുകാരെ പറയിപ്പിച്ച് പോകരുതിട്ട് എവിടുന്ന്. നമ്മളെ കുടുംബം, നമ്മുടെ തറവാട്, വാപ്പാന്റെ പേര്, ഇതൊന്നുമല്ല പറയണ്ടേ. ചിന്തിക്കേണ്ടതും അതല്ല. ചിന്തിക്കുക എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കല്ലേ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരന്മാരെ, നമ്മളോട് പ്രാർത്ഥിക്കാൻ കേൾപ്പിച്ചില്ലേ? റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. നമുക്കറിയാം, പ്രാർത്ഥിക്കലുണ്ട്, പക്ഷെ ആ ബോധം വന്ന ഖൗഫ് വരും. തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. നിങ്ങൾക്കറിയോ, നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം ഒരു തരത്തിലുള്ള ശഹവത്തുകളുടെ മുമ്പിലും വൈകാരികതകളുടെ മുമ്പിലും പകച്ചു നിൽക്കാത്ത, വീണുപോകാത്ത ഈമാനിന്റെ നിറകുടം യൂസുഫ് അലൈഹിസ്സലാം പ്രാർത്ഥിക്കുക, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റൻ വതവഫനാ മുസ്ലിമീൻ. ഭയങ്കര. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബിയുടെ പ്രിയപ്പെട്ട പത്നിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നമുക്ക് വേണ്ടി ചോദിച്ചായിരിക്കണം. മാ അക്സറു ദുആഇ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന ഇൻദക്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് ആളുകൾ വന്ന് ചോദിച്ചതാ, നബി നിങ്ങളുടെ അടുത്തുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ ചെയ്ത ദുആ ഏതായിരുന്നു? കേൾക്കണ്ടേ നമുക്കൊന്ന്? ഏതായിരിക്കണം നബി ചെയ്ത ദുആ? അവർ പറഞ്ഞു കൊടുക്കുകയാണ്, കാന അക്സറു ദുആഇഹി യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. എല്ലാവർക്കും അറിയാലേ, പറയൊന്നും വേണ്ട, അർത്ഥം കൂടി പറയണ്ടല്ലോ. പക്ഷേ നമ്മൾ ബോധവാന്മാരാണോ നമ്മുടെ ഖൽബിനെ കുറിച്ച്? എന്നിട്ട് അവർ തന്നെ പറയാ, ഞാനൊരിക്കൽ നബിയോട് ചോദിച്ചു, നബിയെ എന്തുകൊണ്ടാണ് ഈ ദുആ നിങ്ങൾ ഭയങ്കരമായിട്ട് വർദ്ധിപ്പിക്കുന്നത് എന്ന്? ഈ ദുആ എന്തുകൊണ്ടാണ് വർദ്ധിപ്പിക്കുന്നത് എന്ന്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു മറുപടി ഉണ്ട്, അത് കേട്ടോ. യാ ഉമ്മ സലമ ഇന്നഹു ലൈസ ആദമിയ്യുൻ ഇല്ലാ വഖൽബുഹു ബൈന ഇസ്ബഅൈനി മിൻ അസാബിഇല്ലാഹ്. ഒരൊറ്റ മനുഷ്യനുമില്ല, എല്ലാ മനുഷ്യരുടെയും അതാണ്, ഒരൊറ്റ മനുഷ്യനെ ഒഴിവാക്കിയിട്ടില്ല. അവന്റെ ഖൽബ് അള്ളാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ്. ഫമൻ ശാഅ അഖാമ വമൻ ശാഅ അസാഅ. അള്ളാഹു ഉദ്ദേശിച്ചവരെ അവൻ നിലക്ക് നിർത്തും, ഉദ്ദേശിച്ചവരെ അവൻ വ്യതിചലിപ്പിക്കും. ഉദ്ദേശിച്ചവരെ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇന്നെ നന്നാക്കാൻ ഉദ്ദേശിച്ചു, നിങ്ങൾ ചീത്തയാക്കാൻ ഉദ്ദേശിച്ചു എന്നുള്ള അല്ല വിഷയം. നമ്മൾ ഉദ്ദേശിക്കണം. നമ്മൾ ഉദ്ദേശിച്ചാൽ അള്ളാഹു ഉദ്ദേശിക്കും. നമ്മൾ ഉദ്ദേശിക്കണം. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കണം, കേൾക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കണം. അതാണ് വമാ തശാഊന ഇല്ലാ അൻ യശാ. ശരിക്കും മനസ്സിലാക്കണം സഹോദരൻ. നമ്മൾ ഉള്ളിൽ വേണം സഹോദരന്മാരെ, ഉള്ളിൽ വേണം മുസ്ലിമായി മരിക്കണം.
മുസ്ലിമായി ജീവിക്കുന്നു. ഹുസ്നുൽ ഖാത്തിമ കിട്ടണം. ഹുസ്നുൽ ഖാത്തിമ കിട്ടാൻ ഒരുപാട് പരിപാടികളുണ്ട്. അതെന്താന്ന് മനസ്സിലാക്കണം. ഈ ഒരു ചിന്ത വരുമ്പോൾ നമുക്ക് ഖൗഫ് വരും. ഖൗഫ് വന്നാൽ തോന്നിയാസങ്ങളിൽ നിന്നൊക്കെ നമ്മളെന്താകും? രക്ഷപ്പെടും. അതാണ് വേണ്ടത്. നാലാമതായി നമ്മൾ ചെയ്യേണ്ടത് നല്ല മനുഷ്യരുടെ സീറ നമ്മൾ വായിക്കണം, പഠിക്കണം. ചരിത്രം. ഇന്ന് നമ്മൾ ചരിത്രം വായിക്കുന്നുണ്ട്. ആരതാ? ഞാൻ ആളെ പേരൊന്നും പറയണില്ല, കാരണം ഈ മിമ്പർ കുറച്ച് പരിശുദ്ധമായതുകൊണ്ട് പറയണില്ല. ഒക്കെ വായിച്ചിട്ടുണ്ടാവും. അട്ടിക്ക് പുസ്തകമുണ്ട്. ആരതൊക്കെ? ഒരുപാട് ഗ്രന്ഥകർത്താക്കളുടെ പേരറിയാം. ആരുടെ ബുക്കാണുള്ളത്? നിങ്ങളുടെ യാത്രയിൽ ആരുടെ ബുക്കാ? ഏത് ഓതറുടെ ബുക്കാ നിങ്ങൾ കൊണ്ടു നടക്കുന്നത്? നമ്മൾ സഹോദരന്മാരെ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ ചരിത്രം അറിയണം സഹോദരന്മാരെ. ചരിത്രം അറിയണം. അള്ളാഹുവിന്റെ റസൂൽ ആരായിരുന്നു സഹോദരന്മാരെ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിന്റെ റസൂലിന്റെ തഖ്വ നമുക്ക് പറയാൻ പറ്റുമോ? അതിനെക്കുറിച്ച് ഈമാൻ നമുക്ക് പറയാൻ പറ്റുമോ? അതോടൊപ്പം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, വല്ലാഹി ലൗ തഅലമൂന മാ അഅലം ലദഹിക്തും ഖലീലൻ വലബകൈതും കസീറ. ഞാൻ അറിയുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ കൂടുതൽ കരയുകയും കുറച്ചു മാത്രം ചിരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന്. നമ്മളോ? നമുക്ക് ചിരിക്കാൻ എന്താ പരിപാടി എന്ന് അന്വേഷിച്ച് നടക്കാം. എന്നിട്ട് അതിന് ക്ലബ്ബ്, എന്നിട്ട് പറയാ ചിരിച്ചാൽ ആരോഗ്യം കൂടും, അതുകൊണ്ട് എല്ലാവരും കൂടി ചിരിക്കിയിരുന്നിട്ട് ചിരിപ്പിക്കാൻ ആള്. ഞാൻ ചിരിക്കണ്ടെന്നും പറയില്ല, ചിരിക്കാം. നബി തന്നെ പറഞ്ഞു, വലാ തുക്സിരി ദ്വഹിക ഫഇന്ന ദ്വഹിക തുമീതുൽ ഖൽബ്. ചിരിച്ചോ, പക്ഷെ ചിരിയിൽ ആധിക്യം പാടില്ല. അതിന് ക്ലബ്ബൊന്നും വേണ്ട, ചിരിപ്പിക്കാൻ ആളും വേണ്ട. അല്ലാതെ തന്നെ നമ്മൾ ചിരിച്ചു പോകും. കാരണം ആധിക്യത്തിൽ ആ അധികമുള്ള ചിരി നിങ്ങളുടെ ഹൃദയത്തെ മരവിപ്പിച്ചു കളയും. അതാ സംഭവിച്ചിട്ടുള്ളത്. അതാ ഒന്നും കാണുന്നില്ലല്ലോ, ഒന്നും കാണുന്നില്ല. ഭയങ്കര സങ്കടം. എന്താ വഴി? ഒരു 3 മണിക്കൂറുള്ള നല്ല ഹാസ്യ കഥാപാത്രങ്ങൾ ഒരു സിനിമ കണ്ടു കളയാം. ശരി, കണ്ടു. എന്തുണ്ടായി? ആ 3 മണിക്കൂർ കുറച്ച് ചിരിച്ചുല്ലേ? 3 മണിക്കൂർ കഴിഞ്ഞ് അടുത്ത സെക്കൻഡിൽ എന്താ സംഭവിച്ചേ? ഞാൻ പറയണ്ടല്ലോ എന്താ സംഭവിക്കും. ഇതാണ്. അതൊക്കെ പോട്ടെ, ഈ സാധനങ്ങളിലൊക്കെ അഭിനയിക്കുന്നവരുടെ കഥ എന്താ നിങ്ങൾ ആലോചിച്ചു. ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടുണ്ട്. ഞാൻ അങ്ങനെ പച്ചയായിട്ട് പറയണമെന്ന് കരുതിയല്ല, പക്ഷേ പറയാം. ഈ മനുഷ്യനെ മോട്ടിവേറ്റ് ചെയ്യണ കുറെ ആൾക്കാർ ഇറങ്ങിക്കണല്ലോ. നിങ്ങൾക്കറിയോ ലോകത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന ആരാണ്? ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സാ. തമാശ പറയാലോ. പരിശോധിച്ച് നോക്കങ്ങൾ വേണമെങ്കിൽ എവിടെ സംഭവിച്ചത് അബദ്ധം നമ്മളറിയണം. നമുക്ക് അള്ളാന്റെ റസൂലിന്റെ ചരിത്രം കേട്ടിട്ട് മോട്ടിവേഷൻ കിട്ടണ്ടേ? കിട്ടുന്നുണ്ടോ? വായിക്കണുണ്ടോ? പിന്നല്ലേ കിട്ടല്. നമ്മളറിയണ്ടേ? നമ്മളറിയണം സഹോദരന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമസ്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നബി നിസ്കരിക്കുമ്പോൾ ഫീ സദ്രിഹി അസീസുൻ കഅസീസിർ റുഹ. റുഹ എന്ന് പറഞ്ഞാൽ പണ്ട് ഈ ആട്ടിനെയും പൊടിക്കണയൊക്കെ ഒരു കല്ലായിരുന്നു. ആ കല്ലിനിങ്ങനെ ഈ കുതിര അല്ലെങ്കിൽ കഴുതയൊക്കെ ഇങ്ങനെ നടന്നിട്ടാണ് എന്തിന് ആട്ടലും പൊടിക്കലൊക്കെ. അത് ആ സമയത്ത് ഒരു ഒച്ച ഉണ്ടാവും, എന്ന് പറഞ്ഞൊരൊച്ച. ആ ഒച്ചയായിരുന്നു നബി നിസ്കരിക്കുമ്പോൾ നബിയുടെ ഹൃദയത്തിൽ നിന്ന് കേട്ടിരുന്നത് എന്ന് സഹാബത്ത് പറയാം. നമ്മൾ നിസ്കരിക്കുമ്പോൾ എവിടെയാണ് അല്ലേ? അമേരിക്കയിലോ ലണ്ടനിലോ ഒക്കെയാണ്, അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാർ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ അറിയണം. നമ്മൾ ഈ ചരിത്രം, നബിയുടെ ചരിത്രം മനസ്സിലാക്കണം. സഹാബാക്കളുടെ ചരിത്രം പഠിക്കണം സഹോദരന്മാരെ. സഹാബാക്കളുടെ ചരിത്രം പഠിക്കണം. അങ്ങനെ ചരിത്രം പഠിച്ചിട്ട് നമ്മൾ ഖൗഫുണ്ടാക്കണം. അവരൊക്കെ ആരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരാ? പറഞ്ഞാൽ തീരോ ചരിത്രം? എന്തായിരുന്നു അദ്ദേഹത്തിന്റെയൊക്കെ ജീവിതം? നിങ്ങൾ ആലോചിക്കൂ. അദ്ദേഹം പറയണ വദിത്തു അന്നി ശഅറതൻ ഫീ ജംബി അബ്ദിൻ മുഅ്മിൻ. ഒരു മുഅ്മിനായ അടിമയുടെ ശരീരത്തിലെ ഒരു രോമമായി ഞാൻ മാറിയിരുന്നുവെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോകുന്നു എന്ന്. എന്താ കാര്യം? നമുക്കുണ്ടോ? നമുക്ക് ഈ ദുനിയാവിലെ ഈ പത്രാസ് കാണുമ്പോൾ നമ്മൾ ആലോചിക്കുക കുറച്ചും കൂടി എനിക്കെന്തായാലും അധികം ചെയ്യാൻ പറ്റുക. തിരിച്ച് ചിന്തിക്കണ്ടേ? നമ്മൾ തിരിച്ച് ചിന്തിക്കണ്ടേ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചരിത്രം പറയുന്നത് കാണാം. അദ്ദേഹത്തിന്റെ ഈ കണ്ണിന്റെ താഴെ 2 കറുത്ത വരകളുണ്ടായിരുന്നു. കറുത്ത വരകൾ എന്താന്ന് ഞാൻ പറയണ്ടല്ലോ. കണ്ണിന്റെ താഴെ ഇങ്ങനെ കവിളിലേക്ക് 2 കറുത്ത വരകൾ. നമ്മളെ വരയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താക്കാം പറയണ്ടല്ലോ. ഇപ്പൊ മനുഷ്യനൊക്കെ അതിന്റെ പിന്നാലെയാണ്.
നമ്മളറിയുന്ന സഹോദരന്മാരെ, ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു നബിയുടെ സ്വകാര്യം സൂക്ഷിക്കുന്ന ആളായിരുന്നു. സ്വകാര്യം പറഞ്ഞു. സ്വകാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് മുനാഫിക്കുകളുടെ പേര് പറഞ്ഞെടുത്ത് ഇവരെ കരുതണേ, സൂക്ഷിക്കണേ, ആരോടും പറയാനും പാടില്ല എന്ന് പറഞ്ഞു. ഉമർ ഖത്താബ് ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്നു. എന്നിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കുക, ഹൽ സമ്മാനി റസൂലല്ലാഹ്, എന്റെ പേര് റസൂൽ പറഞ്ഞണോ? ഒന്ന് പറയ് പ്ലീസ്. പറഞ്ഞുകൊണ്ടാണ്. ഏത് മുനാഫിക്കിന്റെ കൂട്ടത്തിൽ എന്റെ പേരുണ്ടോ എന്ന് ചോദിക്കണത് ആരാ? ചരിത്രം നമ്മൾ പഠിക്കണ്ടേ? നമുക്കൊന്ന് മാറിക്കൂടെ? ഇനി നമ്മൾ മാറണം സഹോദരന്മാരെ. മാറിയിട്ടില്ലെങ്കിൽ നേരത്തെ ഹസനുൽ ബസരി റഹിമഹുല്ല പറഞ്ഞ വാചകം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകണം. ദുനിയാവിനെ കുറിച്ച് പേടിപ്പിച്ചിട്ട് ആഖിറത്ത് നഷ്ടപ്പെടുന്നവരല്ലല്ല നാം പെടേണ്ടത്. ആണോ? അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ പെട്ടുപോണത്. അങ്ങനെയാ പെട്ടുപോണത്. തിരിച്ചാകാൻ നമുക്ക് സാധിക്കണം. അതാകണമെങ്കിൽ ഈ മനുഷ്യന്മാരൊക്കെ ജീവിച്ചില്ലേ സഹോദരന്മാരെ ഈ ഭൂമിയിൽ, ഈ മണ്ണിൽ? വല്ല പ്രശ്നമുണ്ടായോ? നമ്മളെക്കാൾ വല്ലാത്ത ശക്തിയിലുള്ള ഈമാനും തഖ്വയും അവർക്കുണ്ടായില്ലേ? അതുകൊണ്ട് ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുള്ളൂ. അതെന്താ വെച്ചാൽ നമ്മൾ ഈ ഖൗഫ് എന്ന് പറഞ്ഞാൽ പേടിയല്ലോ, ഭയമല്ല. ഞാനതിന് ആദ്യം മുതലേ പറഞ്ഞ വാചകം ഗൗരവം എന്നാണ്. ഗൗരവം. അള്ളാനെ പേടിക്കണ്ട. അള്ളെന്താ വല്ല കോത്താമ്പിയറ്റെ? അള്ളാഹ് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി വന്നതാ? അല്ലല്ലോ. അള്ളാഹ് വദൂദാണ്. ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവൻ ആരാ? അള്ളാഹ്. പിന്നെ അള്ളാനെ പേടിക്കണെന്തിന്? അള്ളാഹിനെ കുറിച്ച് ഗൗരവം ഉണ്ടായാൽ മതി. എന്നാൽ തന്നെ നമ്മൾ രക്ഷപ്പെടും. നമ്മൾ ഉപ്പാനെ നമുക്ക് എന്താ ഉള്ളത്? പേടിയാ? അല്ലല്ലോ. ഉപ്പാനോടുള്ളതൊരു ഒരു 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 ബഹുമാനവും ആദരവും ഗൗരവവും ഒക്കെ കൂടിയ ഒരു സാധനമല്ലേ? അതാണ് ഖൗഫ്. അതാണ്ടാണ്ട് ആ ഒരു ഖൗഫ് ഉണ്ടാക്കി തീർക്കാൻ എല്ലാവരും പരിശ്രമിക്കുക. എന്നാൽ നമ്മൾ രക്ഷപ്പെടും, നമ്മുടെ മക്കൾ രക്ഷപ്പെടും, നാട് രക്ഷപ്പെടും. നമുക്ക് കാണാം ഇവിടെ അല്ലാഹു തആല നൽകുന്ന ബർക്കത്തുകൾ. അല്ലാഹു സൗഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين في كل مكان. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصرهم كما نصر عبدك ورسولك في غزوة بدر يا أرحم الراحمين. اللهم انصرهم على القوم الكافرين. اللهم عليك باليهود. اللهم عليك باليهود. اللهم عليك باليهود فإنهم أعداؤنا وأعداؤك يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين والحقنا بالصالحين برحمتك يا أرحم الراحمين. صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين.